മൂന്നാം ഊഴത്തിലും മോദി തന്നെ പ്രധാനമന്ത്രിയായി എത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഹിന്ദി മണ്ണിലെ വോട്ടെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ 2014-ലും 2019-ലും നേടിയ വിജയം മേഖലയിൽ ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് മണ്ഡലങ്ങളിലെ താഴെത്തട്ടിൽ വരെ നടക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. ഉറപ്പിക്കുന്നത്. മെയ് 20-ന് വോട്ടെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം വലിയ ആത്മവിശ്വാസത്തോടെയാണ് 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രതികരിക്കുന്നത്. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതോടെ 300-ലധികം സീറ്റുകൾ ഉറപ്പായി എന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ബാക്കിയുള്ള 2 ഘട്ടങ്ങൾ കൂടി ആകുന്നതോടെ 400 എന്ന സംഖ്യയിലേക്ക് എത്താനാകുമെന്ന് അവർ പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട്. ജൂൺ 4-ന് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസിന് വെറും 40 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ പ്രതികരിച്ചത്. ബി.ജെ.പിക്ക് എന്താണ് പ്ലാൻ ബി എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്ലാൻ എയുടെ വിജയസാധ്യത 60% താഴെ പോയാൽ മാത്രമേ പ്ലാൻ ബി എന്നൊരു ചിന്തയുടെ ആവശ്യം വരുന്നുള്ളൂ എന്നായിരുന്നു അന്ന് അമിത് ഷാ മറുപടി പറഞ്ഞത്. ബംഗാളിൽ 24 മുതൽ 30 സീറ്റുകൾ വരെയും ഒഡീഷയിൽ 17 സീറ്റുകളും ബി.ജെ.പി. നേടുമെന്നാണ് ഉറപ്പിക്കുന്നത്. ഒഡീഷയിൽ ബി.ജെ.പി. സർക്കാരുണ്ടാക്കും. ബി.ജെ.പി. 370 സീറ്റുകളോടെയും എൻ.ഡി.എ 400 സീറ്റുകളോടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ വിജയം നേടി മൂന്നാം ഊഴത്തിലേക്ക് പോകുമെന്നും അമിത് ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. യു.പിയിലെ 80 ലോക്സഭാ സീറ്റുകളിൽ 72-ന് മുകളിൽ വിജയമാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യു.പിയിൽ ബി.ജെ.പി. ആകെ ജയിക്കാൻ പോകുന്നത് വാരണാസി മാത്രമായിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. പ്രധാനമന്ത്രി മോദി മാത്രമേ യു.പിയിൽ നിന്ന് ബി.ജെ.പി. ടിക്കറ്റിൽ വിജയിക്കൂ എന്ന് രാഹുൽ പറയുമ്പോൾ യു.പിയിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോൾ അതീവ ദയനീയം തന്നെയാണ്. അമേഠിക്ക് പുറമെ റായ്ബറേലിയും ഇത്തവണ കോൺഗ്രസിനെ കൈവിട്ടേക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തോൽക്കാനുള്ള സാധ്യതകളാണ് ശക്തമായിരിക്കുന്നത്. രാജ്യത്ത് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് പ്രതിപക്ഷ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താത്തതിനാലാണെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് ചൂണ്ടിക്കാട്ടി ഇത് ബി.ജെ.പി. സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്ത്യ സഖ്യത്തിന് മേലുള്ള പ്രതീക്ഷ നഷ്ടമായത് പ്രതിപക്ഷ വോട്ടുകൾ കുറയാൻ കാരണമായി. ബി.ജെ.പി. കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന പശ്ചിമ ബംഗാളിലും അസമിലും ത്രിപുരയിലും വോട്ടിംഗ് ശതമാനം ഉയർന്നതും ബി.ജെ.പി. നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യു.പിയിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യം താഴെത്തട്ടിൽ വലിയ പരാജയം തന്നെയാണ്. അതിനാൽ തന്നെ അവരുടെ വോട്ട് ബാങ്കുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നില്ല. വടക്കേന്ത്യയിൽ ജാതി അടിസ്ഥാനത്തിൽ വോട്ടുകൾ പാർട്ടികൾക്ക് പോകാത്തതും ബി.ജെ.പിക്ക് നേട്ടമായി മാറുന്നുണ്ട്. ജാതിക്കതീതമായി വോട്ടർമാർ വോട്ട് ചെയ്യുകയാണ്. ബീഹാറിലും യു.പിയിലും യാദവ വോട്ടുകൾ ബി.ജെ.പിക്ക് വലിയ തോതിൽ ലഭിക്കുന്നതായും ബി.ജെ.പി. നേതൃത്വം പറയുന്നു. മൂന്നാം ഘട്ടം മുതൽ വോട്ടിംഗ് ശതമാനം ശക്തിപ്പെടുത്താൻ ബി.ജെ.പി. കൂടുതൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വലിയ വിജയത്തിനുള്ള സാധ്യതകളാണ് ഇതെല്ലാം നൽകുന്നതെന്നുമാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ.